കുറേ നാളായിട്ട് പറയണമെന്ന് വിചാരിക്കാം. എനിക്ക് ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ്. എന്താ എന്ത് പറ്റി? ഒന്നുമില്ല. ഒന്നും ഇല്ലെന്നൊന്നും പറയണ്ട. കുറെ നാളായിട്ട് കാണല്ലേ ഞാൻ ഈ നാടകമൊക്കെ. കല്യാണം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞില്ലേ. നമ്മൾ തമ്മിലൊരു ശാരീരിക ബന്ധം അല്ല വേണ്ട. അറ്റ്ലീസ്റ്റ് ഒരു മുറിയിൽ ഒരുമിച്ച് ഒരു ദിവസമെങ്കിലും ഒന്ന് കിടന്നിട്ടുണ്ടോ? ഇല്ല. ഓ, നാട്ടുകാരെ ബോധ്യപ്പെടുത്തണ്ട, പക്ഷെ വീട്ടുകാരെങ്കിലും ബോധ്യപ്പെടുത്തണ്ടേ? അതിനു വേണ്ടിയിട്ടെങ്കിലും. എനിക്ക് അറിഞ്ഞൂടാ തന്നെ ചോദിക്കുന്നത്, ശരിക്കും എന്താ നിന്റെ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല, എനിക്ക് കുറച്ചുകൂടെ സമയം വേണം. എന്ന് വെച്ചാ ഞാൻ മെന്റലി ഒട്ടും ഓക്കെ അല്ല. ഇത് പ്രിപ്പയർഡ് ആവാത്തതിൻ്റെ പ്രശ്നമൊന്നുമല്ല. ഒരാൾക്ക് ഒരാളോട് താല്പര്യമില്ല. താല്പര്യമില്ലെന്നല്ല, ഇഷ്ടമല്ല. അത് തന്നെ കാരണം. എന്നെ ഇഷ്ടമല്ലായിരുന്നെങ്കിൽ എന്തുമാത്രം സമയമുണ്ടായിരുന്നു കല്യാണത്തിന് മുന്നേ. വിവാഹം ആലോചിച്ചപ്പോൾ സമയമുണ്ടായിരുന്നു, പെണ്ണ് കാണാൻ വന്നപ്പോൾ സമയമുണ്ടായിരുന്നു. വേണ്ട, ഒന്നും വേണ്ട. കല്യാണത്തിൻ്റെ തലേ ദിവസമെങ്കിലും എന്നെ ഒന്ന് വിളിച്ച് പറയാമായിരുന്നല്ലോ. ഞാൻ ആദ്യമേ വീട്ടുകാരോട് പറഞ്ഞതാ. ആരും എൻ്റെ വാക്കന്നേരം കേട്ടില്ല. എൻ്റെ മനസ്സ് ഞാൻ കണ്ട ഭർത്താവ് ഇങ്ങനല്ല, രൂപം കൊണ്ടും പ്രായം കൊണ്ടും എല്ലാം. അതുകൊണ്ട് നിങ്ങൾ പറയുന്ന പോലെ പെട്ടെന്ന് ഒരു ദിവസം എനിക്ക് നിങ്ങൾ പറയുന്ന പോലത്തെ ഒരു ഭാര്യയാവാൻ പറ്റില്ല. അതിന് കുറച്ച് സമയം വേണം. ചിലപ്പോൾ ഇന്നോ നാളെ കൊണ്ടത് ശരിയായില്ലെന്ന് വരാം. എനിക്കതിന് കുറച്ച് സമയം വേണം. അതാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. ആ സമയം എനിക്ക് തന്നേ പറ്റൂ. അല്ല, എന്താ നിന്റെ ശരിക്കുള്ള ഉദ്ദേശം? എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക, എന്താ നിന്റെ പ്ലാന്? കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം 3 മാസമായി. അയാളുടെ സ്ഥാനത്ത് ഞാനെങ്ങാനും ആയിരുന്നെങ്കിൽ നിന്നെ എപ്പോഴേ ചവിട്ടി പുറത്താക്കാനുള്ള സമയം കഴിയുമെന്നറിയോ? അയാളെപ്പോലൊരു ഭർത്താവിനെ കിട്ടുന്ന വെച്ചാൽ ഭാഗ്യമല്ലേ. എനിക്കെങ്ങാനും കിട്ടിയിരുന്നെങ്കിൽ ഞാൻ പൊന്നു പോലെ നോക്കിയനായിരുന്നു. എന്നാൽ നീ അങ്ങ് പൊന്നു പോലെ നോക്ക്.
എനിക്കൊരു കുഴപ്പമില്ല. അങ്ങനെ ഇപ്പോൾ വേണ്ട, എനിക്കൊരു സെക്കൻഡ് ഹാൻഡിന് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനൊരു ഫ്രഷിനെ തപ്പി എടുത്തോളാം. എന്നാൽ അവിടെ മിണ്ടാതില്ല. എന്താ നിന്റെ പ്രശ്നം? നീ കാര്യം പറ, എങ്കിലല്ലേ മനസ്സിലാവത്തുള്ളൂ. എന്നോടെങ്കിലും പറയേ. എനിക്ക് അവനെ മറക്കാൻ പറ്റുന്നില്ല. ആരെ? രാഹുലിനെ. കല്യാണം കഴിഞ്ഞിട്ട് 3 മാസമായില്ലേ? ഇത്രയും നാൾ അവനെ മറക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ അതൊക്കെ മോശമല്ലേ? എന്ത് മോശം? എനിക്കിഷ്ടമില്ലാത്തൊരു ബന്ധമല്ലേ വീട്ടുകാരെൻ്റെ തല കെട്ടി വെച്ചത്. ഞാൻ ഇപ്പോഴും അവനെ വിളിക്കാറുമുണ്ട്, സംസാരിക്കാറുമുണ്ട്. ഡൈവേഴ്സ് ചെയ്യാമെങ്കിൽ അവൻ എന്നെ കല്യാണം കഴിച്ചോളാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പാവമല്ലേ അങ്ങനെയൊക്കെ കാണിക്കുന്നത്? എന്തോന്ന് പാവം? ഇനി എനിക്ക് ജീവിക്കാൻ വേണ്ടത് അത് രാഹുലിനോടൊപ്പം മാത്രമായിരിക്കും. എങ്കിൽ എല്ലാം പിന്നെ നിനക്ക് തുറന്ന് പറഞ്ഞിട്ട് ഡിവോഴ്സ് മേടിച്ച് പൊയ്ക്കൂടെ? അതത്ര എളുപ്പമൊന്നുമല്ല. എനിക്കായിട്ട് അവനെ ഡിവോഴ്സ് ചെയ്യാൻ പറ്റില്ല. അയാളുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് വരണം. എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞാനായിട്ട് ഡൈവേഴ്സ് ചെയ്താൽ വീട്ടുകാരുടെ വഴി മൊത്തം ഞാൻ കേൾക്കേണ്ടി വരും. അയാളുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടായാൽ അയാളായിട്ട് പൊക്കോളൂ. അപ്പോൾ എനിക്ക് ഡൈവേഴ്സും കിട്ടും. അതിന് എന്ത് ചെയ്യും? അതിന് നീ വിചാരിച്ചാൽ നടക്കും. ഞാനെന്ത് ചെയ്യാനാ? ഞാൻ പറയും പോലെ ചെയ്താൽ മതി.